ഞാൻ എവിടെയോ കേട്ട് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാം. ഒരിക്കൽ ഒരു മുയൽ തന്റെ കുഞ്ഞുങ്ങളുമായി ഒരു കാട്ടിൽ പാർത്തിരുന്നു. ഒരു ദിവസം ആ അമ്മ മുയൽ തന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്റെ കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ തിരികെ വരുന്നത് വരെ ഒരു കാരണവശാലും നിങ്ങൾ വീടിന്റെ പുറത്തിറങ്ങരുത്. ആ കുഞ്ഞുങ്ങൾ തലയാട്ടി സമ്മതിച്ചു. ആ അമ്മ പുറത്തേക്ക് പോയി. എന്നാൽ കൂട്ടത്തിൽ വികൃതിയായ ഒരു മുയൽ കുഞ്ഞ് അമ്മ പറഞ്ഞത് കേൾക്കാൻ കൂട്ടാക്കാതെ അവൻ ആ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി. പതിയെ പതിയെ കാഴ്ചകൾ കണ്ടും കളിച്ചും ആ മുയൽ ഉൾക്കാട്ടിലേക്ക് എത്തപ്പെട്ടു. എന്നാൽ പെട്ടെന്ന് ഒരു സിംഹം ആ വഴിയായി വരികയായിരുന്നു. വിശന്നു വലഞ്ഞ സിംഹം ഈ മുയൽ കുഞ്ഞിനെ കണ്ടപ്പോൾ വേഗത്തിൽ അതിന്റെ മേൽ ചാടി വീണു ആ മുയൽ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. പക്ഷെ ഈ സിംഹത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. താൻ ആഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ കുളിച്ചിട്ട് വന്നതിന് ശേഷം മാത്രമേ താൻ അതിനെ ഭക്ഷിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് താൻ കുളിച്ചിട്ട് വരുന്നത് വരെ ഈ മുയൽ കുഞ്ഞിനെ സൂക്ഷിപ്പാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് സിംഹം ഒന്ന് ചുറ്റും നോക്കി. പെട്ടെന്ന് അതുവഴിയായി ഒരു കുറുക്കൻ നടന്നു വരുന്നത് സിംഹം കണ്ടു. ആ കുറുക്കനെ വിളിച്ചിട്ട് സിംഹം പറഞ്ഞു, ഞാൻ കുളിച്ചിട്ട് വരുന്നത് വരെ ഈ മുയൽ കുഞ്ഞിന് ഒന്നും സംഭവിക്കാതെ നീ സൂക്ഷിക്കണം. കുറുക്കൻ അത് സമ്മതിച്ചു. അങ്ങനെ സിംഹം കുളിക്കാനായി പോയി. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ കുറുക്കന്റെ വിശപ്പിന്റെ ആധിക്യം കൊണ്ടാകണം ഈ മുയൽ കുഞ്ഞിനെ തിന്നാലോ എന്ന ചിന്ത ഈ കുറുക്കനുണ്ടായി. പക്ഷെ സിംഹത്തെ ഭയന്നിട്ടാകണം അത് ചെയ്യാനുള്ള ധൈര്യം അവന് വന്നില്ല. എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ തന്റെ ആഗ്രഹം ക്രമാതീതമായി വർദ്ധിച്ചു. അങ്ങനെ ഈ കുറുക്കൻ ഈ മുയൽ കുഞ്ഞിന്റെ ഒരു ചെവിയെ കടിച്ചെടുത്തു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പിന്നെയും കുറുക്കന് വിശന്നു. അങ്ങനെ രണ്ടാമത്തെ ചെവിയും കുറുക്കൻ കടിച്ചെടുത്തു. എന്നിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ താൻ ആ മുയൽ കുഞ്ഞിനെ കാവലിരിക്കുകയാണ്. സിംഹം തിരികെ വന്നു. കുറുക്കനോട് നന്ദി പറഞ്ഞ് ഈ മുയൽ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോഴാണ് സിംഹത്തിന് മനസ്സിലായി ഇതിന്റെ രണ്ട് ചെവികളെ കാണാനില്ല. സിംഹത്തിന് പെട്ടെന്ന് ദേഷ്യമുണ്ടായി. കുറുക്കനോട് പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇതിന് ഒരു കേടും സംഭവിക്കരുതെന്ന്. പെട്ടെന്ന് കുറുക്കൻ പറഞ്ഞു, അല്ലയോ രാജാവേ, താങ്കൾ എന്നെ ഈ മുയൽ കുഞ്ഞിനെ ഏൽപ്പിക്കുമ്പോൾ ഈ മുയൽ കുഞ്ഞിന് ചെവികൾ ഉണ്ടായിരുന്നില്ല. സിംഹത്തിനത് സംശയമായി. സിംഹം പറഞ്ഞു, അല്ലല്ലോ, ഇതിന് ചെവി ഉണ്ടായിരുന്നത് ഞാൻ കണ്ടതാണല്ലോ. കുറുക്കൻ പറഞ്ഞു, ഇല്ല, ഇതിന് ചെവികൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വലിയ തർക്കം അവിടെ ഉണ്ടായി. എന്നാൽ ഈ തർക്കത്തിന്റെ ഒടുവിൽ സത്യം കണ്ടെത്തേണ്ടതിന് സിംഹം ഒരു മാർഗം കണ്ടെത്തി. സിംഹം ഈ മുയൽ കുഞ്ഞിന്റെ അമ്മയെ ആളയച്ച് വിളിപ്പിച്ചു. എന്നിട്ട് അമ്മ മുയലിനോട് ചോദിച്ചു, നിന്റെ ഈ കുഞ്ഞിന് രണ്ട് ചെവികളും ഉണ്ടായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. എന്നാൽ ഈ കുറുക്കൻ പറയുന്നു ഇതിന് ചെവികൾ ഇല്ലായിരുന്നു എന്ന്. ഏതാണ് സത്യം? വാസ്തവമായി നിന്റെ കുഞ്ഞിന് ചെവി ഉണ്ടായിരുന്നോ ഇല്ലയോ? തന്റെ മരിച്ചു കിടക്കുന്ന കുഞ്ഞിനെ കണ്ടിട്ട് അമ്മ മുയലിന് ഭയങ്കര സങ്കടം തോന്നി. പക്ഷെ ആ അമ്മ സിംഹത്തോട് പറഞ്ഞു, വാസ്തവമായി എന്റെ കുഞ്ഞിന് ചെവികൾ ഉണ്ടായിരുന്നില്ല. ഇത് കേട്ട സംശയം മാറിയ സിംഹം ആ മുയൽ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് കാട്ടിനുള്ളിലേക്ക് പറഞ്ഞു. താൻ രക്ഷപ്പെട്ട സന്തോഷത്തിൽ കുറുക്കൻ മുയലിനോട് ചോദിച്ചു, ഈ കുഞ്ഞിന് ചെവി ഉണ്ടായിരുന്നു എന്ന് എനിക്കും അറിയാം, അതുപോലെ തന്നെ നിനക്കും അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് നിന്റെ കുഞ്ഞിന് ചെവികൾ ഇല്ലായിരുന്നു എന്ന് നീ സിംഹത്തോട് പറഞ്ഞത്? എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നോ? ആ മുയൽ പറഞ്ഞു, ഒരിക്കലുമല്ല. എന്റെ കുഞ്ഞിന് വാസ്തവമായി ചെവികൾ ഉണ്ടായിരുന്നില്ല. അവന് ചെവികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞത് അവൻ കേട്ടനുസരിക്കുമായിരുന്നു. ഇതും പറഞ്ഞ് വിഷമത്തോടെ ആ അമ്മ മുയൽ തന്റെ വീട്ടിലേക്ക് തിരികെ പോയി. പ്രിയരെ, നമ്മുടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ നമ്മുടെ ഇടയിൽ തന്നെ എത്രയോ പേർ കണ്ണുകൾ ഉണ്ടായിട്ടും അന്ധന്മാരായും, ചെവികൾ ഉണ്ടായിട്ടും ചെകിടന്മാരായും, ഹൃദയമുണ്ടായിട്ടും ഹൃദയശൂന്യരായും ജീവിക്കുന്നു. നമ്മുടെ ഒരു സഹജീവിയുടെ പ്രശ്നം കാണുവാൻ കഴിയുന്നില്ല എങ്കിൽ വാസ്തവമായും നമ്മൾ അന്ധന്മാരല്ലേ? നമ്മുടെ ഒരു സ്നേഹിതന്റെ വേദന കേൾക്കാനോ അവന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമുക്ക് ചെവിയുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തർത്ഥമാണുള്ളത്? നമ്മുടെ ഒരു കൂട്ടു സഹോദരൻ തകർന്നിരിക്കുമ്പോൾ അവനോട് മനസ്സലിവ് തോന്നുന്നില്ല എങ്കിൽ പിന്നെ ഹൃദയശൂന്യൻ എന്നല്ലാതെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? ദൈവം നമുക്ക് നൽകിയതെല്ലാം തന്നെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുവാനുള്ളതല്ല. നമ്മുടെ നന്മകൾ, നമ്മുടെ അനുഗ്രഹങ്ങൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം അത് ആവശ്യമായ മറ്റൊരുവനെ കൂടെ കൈപിടിച്ച് കയറ്റുന്നതായിരിക്കട്ടെ.
അത് ദൈവിക സ്വഭാവത്തിന്റെ ഭാഗമാണ്. ദൈവം നിശ്ചയമായും അതിന് പ്രതിഫലം നൽകും. God bless you.